ഇപ്പോൾ ഈ എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുൻ സിനിമാ മന്ത്രി എന്ന നിലയിൽ എന്താ തോന്നുന്നത്? എമ്പുരാൻ സിനിമയ്ക്കകത്ത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇടപെടാൻ പറ്റുന്ന 2-3 സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് അംഗീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, അതെല്ലാം അംഗീകരിച്ചു കൊടുത്തു. അതിനുശേഷം ഫൈനലായിട്ട് അതിൻ്റെ സെൻസറിങ്ങിന് വേണ്ടി സെൻസറിങ് ബോർഡിൻ്റെ മുമ്പിൽ വരണം. സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രതിനിധികൾ അതിനകത്തുണ്ട്. മാത്രമല്ല ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ, അതിനകത്ത് ഇരിക്കുന്ന ആളുകൾ, അതിനകത്തൊന്നും എലക്ഷൻസ് ഇല്ല. അപ്പോൾ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ആളുകൾ അവർ സമ്മതിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ അതിൽ കത്തിവെക്കണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഗവൺമെൻറ് ചെയ്യാവുന്ന ഒരു കാര്യം അപ്പം ചെയ്യാതെ അവസാനത്തെ നിമിഷത്തിൽ കൊണ്ടുവന്ന് എന്തിനു ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. നാലാമത്തെ ഏറ്റവും പ്രസക്തമായ ഭാഗമുണ്ട്, ഒരാവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ. ആവിഷ്കാര സ്വാതന്ത്ര്യം ഏത് കലാകാരനും ഈ രംഗത്ത് നിൽക്കുന്ന ഏത് വ്യക്തിക്കും സ്വന്തമായിട്ടുള്ളതാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നൊരു കോൺട്രവേഴ്സി നാളെ ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കില്ല. ഇപ്പോൾ കാണേണ്ട ആളുകളൊക്കെ കണ്ടു, അവരുടെ വിലയിരുത്തലൊക്കെ നടത്തി. അതിനുശേഷം ഇപ്പോൾ ഏതോ സമ്മർദ്ദം കൊണ്ടത് കട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു. ഇനിയിപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം എന്തുണ്ടാകും എന്നുള്ളത് അപ്പോഴേ അറിയത്തുള്ളൂ. 3.5 മിനിറ്റ് കട്ട് ചെയ്തു എന്നാണ് കേട്ടത്. എന്താണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരട്ടർ കൺഫ്യൂഷനാണ് ഈ രംഗത്ത് നിൽക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തിനാ ഗവൺമെൻറ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? നേരത്തെ ഗവൺമെൻറ് കയ്യിലുണ്ടായിരുന്ന അധികാരമില്ലേ? അതുപയോഗിച്ച് സെൻസർ ബോർഡിനെ തീരുമാനിക്കുന്ന ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാണ് അവിടെ ഇരുന്ന് അംഗീകാരമൊക്കെ കൊടുത്തത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയാം ഇതൊക്കെ കട്ട് ചെയ്യണമെന്ന്. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ കാര്യമാണ്, ഏത് രൂപത്തിലാണ് ഇങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ തെറ്റായ ഒരു സമീപനം ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവായ രംഗത്ത് കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കഴുത്തിന് കത്തിവെക്കുകയും ചെയ്തു. ഇത് രണ്ടും സമൂഹം നാളെ ചർച്ച ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. കണ്ടായിരുന്നോ? സിനിമ കണ്ടായിരുന്നോ? സിനിമ കാണും. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ എഡിറ്റഡ് സിനിമയും കൂടെ കാണണമല്ലോ. ആദ്യത്തെ സിനിമ മാത്രമല്ല, എഡിറ്റഡ് സിനിമയും കൂടെ കാണണ്ടേ? ഏതായാലും നമുക്ക് നോക്കാം എതിലേ പോകുന്നു. ഞാൻ ചോദിച്ചു, നാളെ ഏതെങ്കിലും ഒരു സിനിമയോട് ഇങ്ങനെ ചെയ്താൽ ഏതെങ്കിലും പ്രൊഡ്യൂസർ ഇനി നല്ല പടം എടുക്കാൻ തയ്യാറാകുമോ? ഹൈ കോസ്റ്റ് പടങ്ങളല്ലേ ഇതൊക്കെ? നല്ല ബജറ്റ്, ഹൈ ബജറ്റുള്ള പടങ്ങളല്ലേ? അത്രയും പടങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉണ്ട്. രാഷ്ട്രീയം പറഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ ആവിഷ്കരിച്ചതാണ് സിനിമയ്ക്ക് തിരിച്ചടിയായത്. അത് ഈ സെൻസറിങ്ങിന് ശേഷം ചേർത്തതല്ലല്ലോ. ഇത് പറയുന്നത് സിനിമയുടെ സെൻസറിങ്ങിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, മർഡർ ചിത്രീകരിക്കരുത് എന്നുണ്ട്. 2, മദ്യപാനം അത് കാണിക്കരുതെന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അഥവാ മദ്യപാനത്തിൻ്റെ ഏതെങ്കിലും ഒരു സീൻ കാണിക്കേണ്ടി വന്നാൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള ഒരു എഴുത്തും അതിനടിയിൽ ചേർക്കണം. 3-മത്തത്, വർഗീയ കലാപങ്ങൾ അത് ചേർക്കരുത്. ഇതൊക്കെ വളരെ നിബന്ധനകളാണ്. ആ നിബന്ധനകളെല്ലാം അറിയാവുന്ന സെൻസർ ബോർഡാണ് ഇതിന് പച്ചമഷി കൊണ്ട് അവർ ഒപ്പിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലുള്ളൊരു നടപടി എടുക്കുന്നത്. അവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടയ്ക്ക് കത്തിവെക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവരിപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങിയതാണ് എന്നുള്ളത് വളരെ കൃത്യമല്ലേ? അപ്പോൾ ഒരു ഗവൺമെൻറ് അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങാമോ? അങ്ങനെ വഴങ്ങിയതാണ്. അതാണ് ഇതിൻ്റെ കാരണം. നാളെ ആർക്കാ ഇവിടെ സുരക്ഷിതമായിട്ട് ഒരു സിനിമ എടുക്കാൻ പറ്റുക? അതുകൊണ്ട് ഈ ഗവൺമെൻറ് എടുത്ത സമീപനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ സ്വതന്ത്ര ചിന്ത ഉള്ള ആളുകൾ അംഗീകരിക്കുന്നതല്ല.